നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 6 കാഷ്വൽ ഗെയിംസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതേപോലെ കാഷ്വൽ ഗെയിംസ് നിങ്ങളുടെ ജന്മത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഒന്നാമത്തത് വെച്ച് നോക്കാം, ക്രേസി ബട്ടോക്സ്. നിങ്ങൾ മനസ്സിൽ വിചാരിച്ച സാധനം തന്നെയാണ്. അതായത് കുറെ സാധനങ്ങൾ നമ്മുടെ ഈ ഒരു കൺവെയർ ബെൽറ്റ് ഇല്ലേ, അതിൻ്റെ അകത്തൂടി പോകും. ഒരു ചേച്ചി പിന്നാമ്പുറം കാണിച്ചുകൊണ്ട് നിൽക്കും. അപ്പോൾ ഈ പോകുന്ന സാധനങ്ങളുടെ ഇടയിൽ മുള്ള് കാണും, അള്ള് കാണും, ബോംബ് കാണും. ഇതേപോലുള്ള സാധനങ്ങളുടെ പുറത്തൊന്നും ഇരിക്കാൻ പാടില്ല. ബാക്കിയുള്ളതെല്ലാം ഇരുന്ന് പൊട്ടിക്കണം. അതാണ് ഈ ഗെയിമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തിനേക്ക് ഇരുന്ന് പൊട്ടിക്കാൻ പറ്റുമോ അതിലൊക്കെ ഇരിക്കുക. ബോംബിലിരുന്ന് കഴിഞ്ഞാൽ മൂഡ് പോവും. ഓക്കെ, അതാണ് ഈ ഗെയിം എന്ന് പറയുന്നത്. ഇത് എന്ത് തരം സാറ്റിസ്ഫാക്ഷനാണ് നിങ്ങൾക്ക് തരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് ഇത് ഞാൻ എന്തെന്ന് പറയട്ടെ, ഇത് 18+ ആണ്. ഈ വരുന്ന സാധനങ്ങളുടെ സ്പീഡും അതിനനുസരിച്ച് കൂടും. അപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന സ്പീഡും കൂട്ടണം. അപ്പോൾ ഇരിക്കുന്ന സ്പീഡ് കൂട്ടുന്ന കൂട്ടത്തിൽ ബോംബിൻ്റെ പുറത്തും അള്ളിൻ്റെ പുറത്തും ഇരിക്കാതെ സൂക്ഷിക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ ഈ ഒരു ഗെയിം. ഇതിൽ കൂടുതലായിട്ട് ഞാൻ ഈ ഗെയിമിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. നിങ്ങൾ ഈ ഗെയിം ഇഷ്ടപ്പെട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുള്ളിൽ വല്ലതും നിങ്ങൾ ഇരുന്ന് പോയി കഴിഞ്ഞാൽ പേടിക്കണ്ട. ഈ ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വിഷമം ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ അടുത്ത ഗെയിമിലേക്ക് പോവാം. അടുത്തത് ഹൈഡ് ആൻഡ് സീക്ക്. ഹൈഡ് ആൻഡ് സീക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പൂച്ചയും ഒരു പെണ്ണും തമ്മിലുള്ള ഒരു സൗഹൃദ ബന്ധമാണ്. അതായത് ഒരു പൂച്ച ഇങ്ങനെ ഒരു ബെഞ്ചിൻ്റെ മേളിൽ നിന്ന് ഇങ്ങനെ കണ്ണിട്ട് നോക്കിയിട്ട് സ്കാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓടി ഓരോ സാധനങ്ങളുടെ പുറകിൽ ഒളിച്ചിരിക്കണം. നിങ്ങൾ സ്കാൻ ചെയ്യുന്ന സമയത്താണ് ഈ ഓടി പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളെ പൂച്ച പോക്കും, നിങ്ങൾ പെടും. അപ്പോൾ പൂച്ചയുടെ മുന്നിൽ പെടാണ്ട് എല്ലാ സാധനങ്ങളുടെയും ഇടയ്ക്ക് ഒളിച്ചൊക്കെ ഇരുന്ന് പതുങ്ങിപ്പോയി പൂച്ച താഴോട്ടാവുന്ന സമയത്ത് കറക്റ്റ് ഓടി രക്ഷപ്പെട്ട് ഫിനിഷ് ലൈനിലെത്തുക എന്നുള്ളതാണ് ഈ ഒരു ഗെയിമിൻ്റെ പ്രത്യേകത. ഓരോ തവണ നിങ്ങൾ ഓരോ ലെവൽ കഴിയുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഗെയിം കുറച്ച് പാടായിട്ടൊക്കെ ഫീൽ ചെയ്യും. എന്നാലും നല്ല രസമാണ്. അപ്പോൾ ഒളിച്ചും പാത്തും കളിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇത് നല്ലതായിരിക്കും. നമ്മുടെ മൂന്നാമത്തെ ഗെയിം എന്ന് പറയുന്നത് സ്വീറ്റ് ക്രോസിംഗ്. ഇതൊരു വൻ ഗെയിമാണ്. അതായത് ഒരു വിഷയം ഗെയിമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫോൾ ഗൈസ് കഴിഞ്ഞിട്ട് അടുത്ത് ഹിറ്റ് ആവാൻ പോകുന്ന ഒരു ഗെയിം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ അകത്ത് നമുക്കൊരു ബൊമ്മയാവാനായിട്ട് പറ്റും. ആ ഒരു ബൊമ്മ അവിടെ റോഡിൽ കിടക്കുന്ന അല്ലെങ്കിൽ ഒരു പറമ്പിൽ കിടക്കുന്ന സ്വീറ്റ്സും കാര്യങ്ങളും എല്ലാം തിന്നുകൊണ്ട് പോകണം. ഇത് നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ പുറകിൽ വാല് കൂടും. അതായത് വാല് മീൻസ് ഒരു പാമ്പ് പോലെ നിങ്ങളാവും. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഓൺലൈൻ ഗെയിമാണ്. നിങ്ങളുടെ കൂടെ തന്നെ ആ പറമ്പിനകത്ത് വേറെ കുറേ ആളുകളും ഇതേപോലെ ഈ സ്വീറ്റ്സ് എടുക്കാനും പറക്കാനും നുള്ളി പറക്കാനും ഇതേപോലെ പാമ്പായിട്ടുണ്ടായിരിക്കും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കരുതേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും എതിരാളിയുടെ വാലിൽ പോയി മുട്ടാൻ പാടില്ല. നിങ്ങൾ എതിരാളിയുടെ വാലിൽ പോയി എപ്പോഴാണോ മുട്ടുന്നത് അപ്പോൾ നിങ്ങൾ അവിടെ പടവാവും. അതുപോലെ തന്നെ നിങ്ങൾ കളക്ട് ചെയ്തത് അവർക്ക് കളക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഉണ്ടാവുന്നത്. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളെ എതിരാളിനെ വളഞ്ഞിട്ട് അവരെ കൊണ്ടുവന്ന് നിങ്ങളുടെ വാലിൽ മുട്ടിപ്പിച്ച് അവരെ കൊല്ലുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്. ഞാനിപ്പോൾ പറഞ്ഞ സമയത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കത് പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യാൻ അറിഞ്ഞുകൂടാ. നിങ്ങൾ ജസ്റ്റ് ഈ ബി റോൾ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന്. ഇഷ്ടം പോലെ നേരം ഞാൻ സ്പെൻഡ് ചെയ്തത് ഈ ഒരു ഗെയിമിലാണ്. വിഷയം ഗെയിം എന്ന് പറഞ്ഞാൽ വിഷയം ഗെയിമാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ കളിച്ചപ്പോൾ 2ാമത്തെ റാങ്കിൽ എത്തിയിട്ട് എന്നെ കൊന്നത് ഇത്ര നീളമുള്ള ഒരു വാലുള്ള ഒരുത്തനാണ്. അപ്പോൾ അടിപൊളി ഗെയിമാണ്. നിങ്ങളുടെ വീട്ടിൽ കൊതുകുണ്ടോ? നിങ്ങൾ കൊതുകിനെ അടിക്കാൻ എക്സ്പേർട്ടാണോ? എങ്കിൽ മോസ്കിറ്റോ വാർ എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ വീട്ടിൽ കൊതുകിനെ അടിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഫോണിൽ കൊതുകിനെ അടിക്കാനായിട്ട് പറ്റും. മോസ്കിറ്റോ വാർ എടുത്തു കഴിഞ്ഞാൽ കുറേ കൊതുകുകൾ തെക്ക് വലക്ക് പറന്നുകൊണ്ടിരിക്കും. ഇതിനെയൊക്കെ അടിച്ചിടുക എന്നുള്ളതാണ് നിങ്ങളുടെ എയിം. നല്ലപോലെ കൊതുകിനെ അടിക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിടിലമായിട്ട് ഈ ഒരു ഗെയിം കളിക്കാം. ഇതിനകത്ത് ഒരു ഹാക്ക് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇപ്പോഴത്തെ ഫോണിലെല്ലാം 10 വിരൽ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ 10 വിരലൊക്കെ ഇട്ട് ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ കൊതുകിൻ്റെ മണ്ടയ്ക്കായിരിക്കും നിങ്ങളെ കൈ പോയി വീഴുന്നത്. കൊതുകിൻ ചത്തോളും. 90s കിഡ്സ് പൊതുവെ ഫോണുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാവുക. അതിൻ്റെ അകത്ത് ആദ്യം കളിച്ചിട്ടുള്ള ഗെയിം എന്ന് പറയുന്നത് ടെമ്പിൾ റണ്ണ്, സബ്വേ സഫറൊക്കെ ആയിരിക്കും. ടെമ്പിൾ റണ്ണാണ് ഞാൻ ആദ്യമായിട്ട് കളിച്ച ഓടുന്ന ഗെയിം. അപ്പോൾ അതിൻ്റെ ജുമാഞ്ചി വേർഷൻ വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ റോക്കാണ് ഇതിനകത്ത് തെക്ക് വിലക്കൻ ഓടുന്നത്. പക്ഷേ റോക്കിനെ ആരും ഓട്ടിക്കുകയല്ല ചെയ്യുന്നത്, വേറൊരുത്തനെ റോക്ക് ഓട്ടിക്കുകയാണ് ചെയ്യുന്നത്. അതായത് റോക്കാണ് ഒരാളെ പിടിക്കാനായിട്ട് ഓടുന്നത്. പക്ഷേ കിഡിലൻ ഗെയിം എന്ന് പറഞ്ഞാൽ കിഡിലൻ ഗെയിം എങ്ങനെയാണോ ടെമ്പിൾ റൺ നമ്മളെ അമേസ് ചെയ്തത് അല്ലെങ്കിൽ നമ്മളെ അത്ഭുതപ്പെടുത്തിയത്, അതുപോലെ തന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ഭയങ്കര രസമാണ്, ഭയങ്കര സ്മൂത്താണ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതിൻ്റെ അകത്ത് ഓരോ സാധനങ്ങളൊക്കെ വന്ന് വാലാകോല വന്ന് നിൽക്കും. അവനെ ഇടിച്ച് പൊട്ടിക്കാൻ പറ്റും. വിഷയം ഗെയിം കളിക്കാം. നിങ്ങൾക്ക് ഇടിയൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കളിക്കാം, ഓടണത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കളിക്കാം. ടൈം പാസിന് ഉള്ളതുണ്ട്. ഫൈനലായിട്ടുള്ള നമ്മുടെ ഗെയിം എന്ന് പറയുന്നത് ക്രേസി ക്ലൈംബർ. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മല നമ്മൾ മറ്റേ കോടാലി വെച്ച് കയറുക. കോടാലി എന്നാണെന്ന് അതിനെ പറയണേ, എനിക്ക് അറിഞ്ഞൂടാ. ആ സാധനം വെച്ച് കയറുന്ന സമയത്ത് അവിടെ ആയിട്ട് ഓരോ ജംസ് മുട്ടായി അല്ല, നമ്മുടെ മറ്റേ
വജ്രങ്ങൾ അവിടെ എവിടെയൊക്കെ കാണും. അതിനെയൊക്കെ അടിച്ച് പൊട്ടിച്ച് കയറുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് പോയിന്റ് കൂടും. ഏറ്റവും കൂടുതൽ സ്കോർ കരസ്ഥമാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത്. ഇത് എത്രത്തോളം നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്നോ, പ്രിസൈസ് ആയിട്ട് ചെയ്യുന്നോ, അതിനനുസരിച്ച് നിങ്ങളുടെ സ്കോർ കൂടും. ഇപ്പോൾ ഒരു തവണ നിങ്ങൾ കൈയിട്ട് പൊക്കിയിട്ട് വീണ്ടും താഴേക്ക് വന്നിട്ട് വീണ്ടും പൊക്കുന്ന സമയത്ത് ആ ഒരു ഫോഴ്സ് കിട്ടില്ല. ആ ഒരു ഫോഴ്സിനാണ് ഇതിൻ്റെ പോയിന്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ പക്കയായിട്ട് നിങ്ങൾ ചെയ്യുക. പിന്നെ മുള്ളിലൊന്നും കൊണ്ടുപോയി കോടാലിയിട്ട് കുത്തരുത്, നിങ്ങളുടെ കൈ ഒടിഞ്ഞു പോകും. അപ്പോൾ ഒരു ഫണ്ണായിട്ടുള്ളൊരു ഗെയിമാണ്. ഇവിടെ പാമ്പുള്ളതല്ല, അത് അവിടെ എയർ ഫ്രഷ്നർ ചീറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ 6 കാഷ്വൽ ഗെയിംസ് എന്ന് പറയുന്നത്. ഒരുപാട് പേര് ചോദിച്ചു കാഷ്വൽ ഗെയിംസ് ഒന്നും ഇല്ലേ, ഹൈ ഗ്രാഫിക്സ് ഒക്കെ ആണെങ്കിൽ ഭയങ്കര സീരിയസ് ആണ്, സ്ട്രെസ്സ് കൂടത്തേ ഉള്ളൂ എന്ന്. അപ്പോൾ ഇതൊക്കെ കളിക്കൂ, നിങ്ങൾക്ക് സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ടുള്ള വകയൊക്കെ ഞാൻ ഇതിനകത്ത് ആദ്യം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്തൊരു ടെക്നോളജി വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടുന്നവരേക്കും ബൈ.